ഹായ് ഓൾ, ഹെസം ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല ഒരു ന്യൂ ഇയർ ആയിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റിൽ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമൈസർ കാറ്റഗറിയിൽ വരുന്ന തന്നെ പ്രോഡക്റ്റാണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് എല്ലാ പ്രോഡക്റ്റിലും മിനിമൈസേഴ്സിൽ ഒരു ബിഗ് സൈസ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ബിഗ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്തവർക്കാണെങ്കിലും നമ്മൾ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോഡക്റ്റിനകത്തില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 42 ഇ കപ്പ് വരെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് 44 സിയും ഡിയും 46 സി കപ്പിലും നമുക്ക് ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇപ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്ന് അറിയില്ലാത്തതുകൊണ്ട് ബിഗ് സൈസ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ പീസ് വെച്ചിട്ടാട്ടോ നമ്മൾ ഷോപ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം എപ്പോഴും നോർമലി ഒരു ബിഗ് സൈസ് നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് എൻക്വയറി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു, കാരണം നമുക്ക് കോട്ടണിലൊക്കെ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട്. 44 ഈ ഒക്കെ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ഓർഡർ എടുത്ത് നമ്മൾ വീണ്ടും ഷോപ്പിൽ ഡെസ്പാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഓർഡർ എടുത്ത് നമ്മൾ വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇനി പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നറിയാമെന്ന് ഓർത്തിട്ടാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാബ്രിക് നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ അറിയും, ഈ ഫാബ്രിക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഒരു മിനിമൈസർ കാറ്റഗറിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒന്ന് മിനിമൈസ് ചെയ്യുക എന്ന് തോന്നിക്കും അല്ലേ. പക്ഷേ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു മാജിക്കൽ ഇതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മിനിമൈസർ എന്ന് പറയുന്ന വേർഡിന് കറക്റ്റ് മീനിങ് തരുന്ന രീതിയിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യലും കവറേജും അതുപോലെ നമുക്ക് ഇടുമ്പോൾ കംഫർട്ടബിൾ, ഇനി നമുക്ക് ഇടുമ്പോൾ തന്നെ ഷേപ്പ് കിട്ടുമോ, ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആകുമ്പം നമ്മുടെ ബ്രസ്റ്റിന് ഷേപ്പ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കും അല്ലേ. അപ്പം അങ്ങനെ ഡൗട്ട് ഇതിന് വേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പ് തരുന്ന ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആട്ടോ. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൽ ഇതും വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് അവരുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് ഇവിടെ ഷോപ്പിൽ വരുമ്പം എപ്പോഴും പറയുന്ന ഓരോ കാര്യമുള്ളൂ, ഫാബ്രിക് ഈ പറഞ്ഞ പോലെ ഇല്ല, പക്ഷെ നിങ്ങൾ അതായത് നമ്മൾ പറഞ്ഞ് അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ യൂസ് ചെയ്യുമ്പോഴാണ് അത് എക്സാക്റ്റ് മനസ്സിലാവുന്നത്, അത് കറക്റ്റാണ് പറഞ്ഞേ എന്നുള്ളത്. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇതില്ലേ റീസ്റ്റോക്ക് ചെയ്തെന്ന് വിചാരിച്ചു, ഞാനിത് റീസ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞ റീൽസ് നമുക്ക് എപ്പോഴും നമ്മൾ ഇടാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അതുപോലെ സൈസ് കട്ടാണ്, അതുകൊണ്ടാണ് ഈ റീസ്റ്റോക്ക് ചെയ്യുന്നതും കൂടെ അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്യും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. അതേപോലെ വേറൊന്നും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് ഈ ക്ലീവേജ് പോർഷൻ ഒന്ന് കയറി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കവറേജ് കിട്ടുകയാണെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു ഇത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഒരു കാര്യം കൂടെ ഇതിനകത്ത് നമുക്ക് മീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഷോൾഡർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇച്ചിരി എന്താ പറയുക ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഒരു സീക്കപ്പ് ഒക്കെ ആയിട്ടുള്ളവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിൻ സ്ട്രാപ്പ് ഇടുമ്പോൾ ഇല്ലേ അവർക്ക് ഇവിടെ ഒരു ചെറിയ ഒരു പെയിൻ ഫീൽ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്ട്രാപ്പാണല്ലോ നമ്മുടെ ബ്രസ്റ്റിനെ ഹോൾഡ് ചെയ്യണേ. അപ്പോൾ അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാപ്പ് നമ്മുടെ ശരീരത്തോട്ട് ഒന്നിങ്ങനെ അമങ്ങുമ്പോൾ വരുന്ന വെയിറ്റും കൊണ്ട് വരുന്ന പെയിനാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഫിസിക്കലി വേറെ ഇഷ്യൂസ് ഉള്ള ഷോൾഡർ പെയിൻ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ പറയണേ, ബ്രാ ഇടുമ്പോൾ ഷോൾഡർ പെയിൻ എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും അതേപോലെ ഒട്ടും പെയിൻ ഇല്ലാതെ നല്ലൊരു സോഫ്റ്റ്. കാരണം എന്നാണെന്നറിയോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ചെറിയൊരു കുഷ്യൻ ടൈപ്പ് സാധനം ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതേപോലെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നല്ല വീതിയാണ് സ്ട്രാപ്പിന്, കണ്ടോ നല്ല വീതിയുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അറിയാം
ദേ കവറേജ് ആണെങ്കിലും അതെ, ഹുക്കാണെങ്കിലും എല്ലാം നല്ല എന്താ പറയുക, നമുക്ക് വേണ്ട രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1045 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇത് സി കപ്പിൽ ആണ് കേട്ടോ തുടങ്ങുന്നത്. ബി കപ്പിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ അല്ല, സി തൊട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 1045 ആണ്. നോർമൽ ഒരു 42 വരെയൊക്കെ ഉള്ളവർക്ക് അല്ലേ, ഒരു 42 വരെ അവർക്ക് 1045 ആണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗർ സൈസിലേക്ക് 44 ഓൺവേർഡ്സ് വരുമ്പോൾ 1245 റേഞ്ചിലേക്കൊക്കെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ ആ ഒരു റേറ്റ് കൊടുത്താലും ഇല്ലേ, ഞാൻ പറയുന്നത് ആ റേറ്റിനനുസരിച്ചുള്ള ഫാബ്രിക്കും ആ റേറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റും ഡെഫിനറ്റായിട്ടും ഉണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തെ കണ്ടോ, അകത്തെ ഈ ഒരു കോട്ടിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിളും ആണ്. നമുക്കൊരു ഷേപ്പ് കിട്ടുന്നത് ഇത് കേട്ടോ, ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, ഇങ്ങനെ കുറച്ചിങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ബ്രസ്റ്റിന് ഷേപ്പ് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ചോദിച്ചു ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു ഡൗട്ടിൻ്റെ ഇതിനാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അകത്തെ ആ ഒരു ഇതില്ലേ, ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലോത്ത് അല്ലേ, ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇടുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് നല്ല കവർ ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ഒരു രീതിയിലേക്ക് ആ ഒരു കപ്പ് വരും. അപ്പോൾ ആ കപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പും കാര്യങ്ങളും ഇതിന് കിട്ടും. ഇത് കളേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ടും കളേഴ്സ് വന്നിട്ടില്ല, ഉള്ള കളേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് 44ലും 46 ആണല്ലോ അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ചേക്കുന്ന 2 കളേഴ്സ് ഞാൻ വെച്ചതാണ്. ചിലപ്പോൾ ഈ കളേഴ്സ് ഉണ്ടാവണം എന്നില്ല, കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, പല പല കളേഴ്സ് ആണല്ലോ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പം ആ ഒരു പ്രോഡക്റ്റിൽ ആ കളർ കട്ടായാൽ നമുക്ക് വേറെ കളറായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം കളേഴ്സ് മെൻഷൻ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ കളർ തന്നെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് കളറിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കി കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം കളർ തന്നെ പിന്നെ എടുക്കണ്ട, ഡിഫറെൻറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാമല്ലോ. സൈസ് അതേപോലെ കപ്പ് സൈസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഇടണം. ഹായ് ഇട്ടുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ഹായ് ഇടുന്നതിനോടൊപ്പം തന്നെ ബാക്കി കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മെസ്സേജസ് നോക്കാൻ പറ്റും. അത്യാവശ്യം ബാക്കിലില്ലേ നല്ല ഒരു കംപ്രഷൻ തരുന്നുണ്ട് കേട്ടോ. കംപ്രഷൻ തരുന്നുണ്ടെന്ന് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ കംപ്രഷനൊന്നുമല്ല, കംഫർട്ടബിൾ വെയർ ആയിട്ട് നമുക്ക്. അതേപോലെ ടീഷർട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബ്രൈഡ് കൂടെ ടീഷർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുർത്ത ഇതേപോലത്തെ കുർത്ത യൂസ് ചെയ്യാം, സൽവാർ യൂസ് ചെയ്യാം. പിന്നെ ചില സാരി ബ്ലൗസ്, ചിലപ്പോൾ സാരി ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെ സാരി ബ്ലൗസിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് നല്ലതായി ഒരു ഇത്. പിന്നെ കവറേജിൻ്റെ കാര്യത്തിലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അമേസിങ് കവറേജാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ ആംസിൻ്റെ അവിടെയുള്ള കവറേജും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വ്യൂവേഴ്സ് ഇപ്പം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിഞ്ഞ് മനസ്സിലാക്കി വരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു കവറേജും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിലേക്ക് വിടുക. കുറേ പേര് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്കും കൂടെ വാട്സപ്പായിട്ട് അയക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വാട്സപ്പ് എടുക്കത്തില്ല, ഓൺലൈൻ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ നമ്പറിലേക്കും വാട്സപ്പ് അയക്കരുത്. വാട്സപ്പ് സൈൻ കാണിച്ച് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം വേണം ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ട് അയക്കേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റേ, ഇപ്പം നിങ്ങൾ വിളിച്ചിട്ടേ ഇന്ന സൈസിൽ ഇന്ന കളർ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചിട്ടാണ് വിളിക്കും. ആ സമയത്ത് ആ കളർ ഉണ്ടായിരിക്കും, പക്ഷേ അതിന് മുന്നേ ഈ വാട്സപ്പിൽ നോക്കി വരുന്ന ഓർഡറിലോ കസ്റ്റമേഴ്സോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കളർ വേണമെങ്കിൽ കട്ടാകാട്ടോ. അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ്. അതായത് കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കളർ ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ അന്നേരം മെസ്സേജ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഈ മെസ്സേജിന് മുന്നേ വരുന്ന മെസ്സേജസിൽ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റോ ഈ കളറോ ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് പോകും. ഇനി അതല്ല, കസ്റ്റമർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അപ്പം അതുകൊണ്ട് കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പേയ്മെൻറ്റ് അപ്പം തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് വേണം നമുക്കതല്ല. കാരണം പേയ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ ഇത്
മാറ്റി വെക്കില്ല. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യണവർക്കാണല്ലോ ആദ്യം നമ്മൾ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് വെക്കാം. ഇപ്പോൾ പ്രസൻ്റ്ലി സ്റ്റോക്ക് ഉണ്ടോയെന്നും കൂടെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കളറിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് കോൾസ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ചോദിച്ചു വരുമ്പം അവരുടെ മെസ്സേജ് നോക്കി വരുമ്പോഴത്തേക്കും കളർ കട്ടായി. അപ്പോൾ അന്നേരം ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഓൺലൈനിൽ നോക്കുന്ന കുട്ടിയോട് പറയും കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ബെറ്റർ നമ്മളത് ഒഴിവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ആർക്കും കളർ കൊടുക്കാതെ ഇരിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. പ്രൈസ് എപ്പോഴും എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്നതാണ്, അതിന് ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. പ്രൈസാണ് കൂടുതലും. അതേപോലെ തന്നെ ഈ ഷോപ്പ് എവിടെയാണെന്നാണ് പിന്നെ അടുത്ത കമൻറ്റിൽ വരുന്നത്, അതും ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. ഇത് ആലുവ ചുണങ്ങംവേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് ക്ഷമയില്ലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും അത് അറിയാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.